ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അനസ്ക. ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഭാര്യമാരെ ഇനിയും കിട്ടാനുണ്ട്. ഒരാളെ തന്നെ എപ്പോഴും ഭാര്യയായി വെക്കണമെന്നൊന്നുമില്ലല്ലോ. മൂസിന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന മറുപടികളാണ് അനസ് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ ഇനി ഇക്കയെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് എനിക്കിനി കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി നിൽക്കാനുള്ള വിധി എനിക്കുണ്ടാവില്ല. മൂസിന ഒരു നെടുവീർപ്പിട്ടു. അല്ല, ഞാൻ ഇനി എന്താണ് ചെയ്യുക? അവസാന പ്രതീക്ഷയായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇനി ഉപ്പയെ വിളിക്കാം, വീട്ടിലേക്ക് തന്നെ പോകാം. ഉപ്പയോട് ഞാൻ എന്താണ് പറയുക? ഇവിടുന്ന് പോവാൻ എന്നോട് ഇക്ക പറഞ്ഞു എന്നാണോ? ഇത് കേൾക്കുമ്പോൾ ഉപ്പ താങ്ങുമോ റബ്ബേ? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉപ്പ ജോലി ചെയ്ത് എന്നെ കല്യാണം കഴിച്ചയച്ചത്. വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എൻ്റെ താഴെയുള്ള സഹോദരങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അതിലും. ഇനി എന്നെ കൂടി നോക്കേണ്ടി വരുമല്ലോ എൻ്റെ ഉപ്പ. കല്യാണത്തിന് മുമ്പ് പഠിച്ച് വല്ല ജോലിയൊക്കെ നേടിയാൽ മതിയായിരുന്നു. കല്യാണമൊന്നും കഴിക്കേണ്ടിയിരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എനിക്ക് ഈ ആലോചന വന്നത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തികം ഉള്ള ആൾക്കാരാണ്. കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു കുട്ടിയെ മാത്രം മതി, വേറെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും ഓർക്കില്ല എന്നൊക്കെ ഉപ്പ വളരെ സന്തോഷത്തോടെ എന്നോട് വന്ന് പറഞ്ഞു. ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും സന്തോഷം വളരെ അധികമായിരുന്നു. അത് ഞാനായിട്ട് വെറുതെ തല്ലിക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതം കൊടുക്കുകയായിരുന്നു ഈ വിവാഹത്തിന്. എനിക്ക് കല്യാണത്തിനോട് തീരെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന ആളല്ല. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ള കുട്ടിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പഠിച്ചിരുന്നു. പക്ഷേ ഉപ്പയുടെ ഉമ്മയുടെ ആഗ്രഹം അത് ഇതുപോലത്തെ കല്യാണങ്ങളിലൂടെയൊക്കെ ആണല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവും. ഒരു പ്രായം വരെ മക്കളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ അവരെ കല്യാണത്തിനോട് പ്രേരിപ്പിക്കും. ആ ഒരു സാഹചര്യത്തിലൂടെ ഞാനും കടന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിന് നിന്ന് കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമാവും എന്ന് ഞാൻ അന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ജീവിതം ഏതൊക്കെയോ വഴികളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് ഇപ്പോഴും. അന്നത്തെ രാത്രി മൂസിനയുടെ കാളരാത്രി ആയിരുന്നു. ഉറക്കം വരെ കിട്ടാതെയായി അവൾക്ക്. അവൾ തലയണ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അല്ലാതെ അവൾക്ക് ഉറക്കം വന്നതേയില്ല. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും ആ കട്ടിലിൽ കിടക്കാനുള്ള ഒരു അനുവാദം എനിക്ക് ഇക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. താഴെ ഒരു പായ വിരിച്ച് അതിൽ കിടക്കാം, അതാണ് ഇക്കയുടെ ഓർഡർ. ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയാകുമോ എന്ന് മൂസിന ഭയപ്പെട്ടു. എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാൽ